നമസ്കാരം. എംഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഷേപ്പ് ഓഫ് ആൻ ഇൻഫർമേഷൻ സൈൻ ഈസ് ഡാഷ്. അതായത് ഇൻഫർമേഷൻ സൈനിൻ്റെ ഷേപ്പ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇൻഫർമേഷൻ പറഞ്ഞാൽ മാൻഡറ്ററി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, സർക്കുലർ ആയിരിക്കും. വിച്ച് വൺ ഓഫ് ദി ഫയർ എക്സ്റ്റിങ്വിഷർ ഈസ് സ്യൂട്ടബിൾ ഫോർ എ ലൈവ് ഇലക്ട്രിക്കൽ ഫയർ. അതായത് ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ഫയർ എക്സ്റ്റിങ്വിഷറാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഹാലോൺ ആണ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ കോഡ് ഈസ് യൂസ്ഡ് ടു വേസ്റ്റ് ബിൻ ഫോർ സഗ്രിഗേഷൻ ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. പ്ലാസ്റ്റിക് മെറ്റീരിയൽ വേസ്റ്റ് ഇടുന്നത് ഏത് കളർ കോഡിലുള്ളതിലാണ് ഇടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് വെച്ചാൽ യെല്ലോയിലാണ് ഇടുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നട്ട് ഈസ് ടു ബി മെയ്ഡ് ഫോർ സ്ക്രൂ ഓഫ് M10 × 1.5. വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഡ്രിൽ ഹോൾ. അതായത് നമുക്ക് ഒരു സ്ക്രൂവിൻ്റെ സൈസ് വന്നിട്ട് എത്രയാണെന്ന് വെച്ചാൽ M10 × 1.5 എന്നുണ്ട്. അതായത് മേജർ ഡയ എത്രയാണെന്ന് വെച്ചാൽ 10 ഇതിൻ്റെ പിച്ച് 1.5 ആണെങ്കിൽ അതിന് ഡ്രില്ല് ചെയ്യേണ്ട സൈസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്രയാണെന്ന് വെച്ചാൽ 10 - 1.5 8.5 mm ആണ് ഇത് ഡ്രില്ല് ചെയ്യേണ്ട ഹോളിൻ്റെ സൈസ്. പിന്നെ ടാപ്പ് ഇട്ടിട്ട് 10ൻ്റെ ടാപ്പ് ഇട്ടാണ് ചെയ്യാറുള്ളത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the zero graduation of thumble division of an outside micrometer is below the Danton line when the measuring phase of micrometer are correct, the error is dash. So നെഗറ്റീവ് എറർ ആണ് ഇതിൽ പറയുന്നത്. ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൈൽ സ്റ്റോക്ക് ബാരൽ ഹാസ് ആൻ ഇൻറ്റേർണൽ ടാപ്പർ. വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടാപ്പർ. അതായത് ടൈൽ സ്റ്റോക്കിംഗ് ബാരൽ എപ്പോഴും അതായിരിക്കും മോസ്റ്റ് ടാപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് പാർട്സ് ഓഫ് എ ലെയ്ത്ത് ഷുഡ് ഹാവ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. അതായത് ലെയ്ത്തിലെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള പോർഷൻ ഏതാണെന്ന് വെച്ചാൽ ലെയ്ത്തിൻ്റെ ബെഡാണ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹോൾഡ് ഇറഗുലർലി ഷേപ്പ്ഡ് വർക്ക് പീസ് ഓൺ എ ലെയ്ത്ത് വിച്ച് ആക്സറീസ് ഈസ് യൂസ്ഡ്. അതായത് ഇറഗുലർ ഷേപ്പ് യൂസ് ചെയ്യുന്ന നമ്മൾ ഒന്നിൽ ഫോർജർ ചക്ക് യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യണം. സോ നമ്മുടെ 4 ഓപ്ഷനിൽ ഫേസ് പ്ലേറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് ഫേസ് പ്ലേറ്റ് ആണ് ശരി. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെൻട്രൽ ലെയ്ത്ത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സെൻട്രൽ ലെയ്ത്തിൻ്റെ പാർട്സ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. അതിനുത്തരം ആർബർ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റൂൾസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് മെഷറിംഗ് പാറ്റേൺ ആൻഡ് ഹോട്ട് ജോബ് ഹാൻഡിൽഡ് ബൈ ബ്ലാക്ക് സ്മിത്ത്. അത് ബ്ലാക്ക് സ്മിത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനോ മേക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾസിൻ്റെ പേരേത് എന്നാണ് വെച്ചത്. അത് ഏത് ടൈപ്പ് റൂളാണ്? ശ്രിങ്കേജ് റൂളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ചിപ്പ് ഫോർമേഷൻ വുഡ് ബി ബെസ്റ്റ് ഫോർ ടേണിങ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ മെറ്റീരിയൽ ടേൺ ചെയ്യുന്ന സമയത്ത് ചിപ്പ് ഫോർമേഷൻ ആയിരിക്കും കഴിഞ്ഞാൽ ലോങ് കേർലി ചിപ്സ് ആയിരിക്കും ഉണ്ടാകുക. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫങ്ഷൻ ഓഫ് ദി കട്ടിംഗ് ഫ്ലൂയിഡ് ഇൻ ദി ലെയ്ത്ത് ഓപ്പറേഷൻ ഈസ് ഡാഷ്. അതായത് ലെയ്ത്ത് ഓപ്പറേഷൻ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൂളിംഗ് ആൻഡ് ഫ്ലഷിംഗ് ചിപ്പ് എവേ ഫ്രം ദി കട്ടിംഗ് ടൂൾ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ചിസൽ ഈസ് യൂസ്ഡ് ഫോർ സ്ക്വയറിംഗ് മെറ്റൽ അറ്റ് ദി കോർണർ ഓഫ് ദി ജോബ്. അതായത് കോർണർ ഓഫ് ജോബിൻ്റെ കോർണറിൽ നിന്നിട്ട് മെറ്റൽ റിമൂവ് ചെയ്യുന്ന ഏത് ചിസലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഡയമണ്ട് പോയിന്റ് ചിസലാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ച് യൂസ്ഡ് ഫോർ പഞ്ചിങ് ഓൺ മാർക്കിംഗ് ലൈൻ ഈസ്. അതായത് മാർക്കിംഗ് ലൈനും പഞ്ച് ചെയ്യാൻ വേണ്ടി ഏത് പഞ്ചാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡോട്ട് പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഫയൽ കാർഡ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ഫയൽ കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലീനിങ് ദി ഫയൽ ടീത്ത് ക്ലീൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് ടാപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ടാപ്പർ ക്യാൻ ബി ടേൺഡ് വിത്ത് സെറ്റിംഗ് ആംഗിൾ അപ് ടു ഡാഷ്. അതിൻ്റെ ഉത്തരം 20 ഡിഗ്രി വരെയൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടാപ്പർ ഈസ് സെൽഫ് ഹോൾഡിംഗ് ടൈപ്പ്. താഴത്തെ നിൽക്കുന്ന 4 ഓപ്ഷനുണ്ട്. സെൽഫ് ഹോൾഡിംഗ് ടൈപ്പ് ടാപ്പേഴ്സ് അതാണ് എന്നതിന് മോസ്റ്റ് ടാപ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദി ബ്ലാങ്ക് സൈസ് ഫോർ എക്സ്റ്റേണൽ ത്രെഡ് ഈസ് ഡിസൈഡഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം blank diameter is less than 1/10 of pitch of the thread. C ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഈസ് ഡാഷ്. അതായത് വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന് ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഡിഫറെൻറ്റ് ഡയമീറ്റർ ആർ ടേൺ ഓൺ ഡിഫറെൻറ്റ് ആക്സിസ് ഇറ്റ് ഈസ് സാഡ് ടു ബി ഡാഷ്. അതിനെ എസെൻട്രിക് എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഡിസ്റ്റൻസ് ഫ്രം വൺ പോയിൻ്റ് ഓഫ് ത്രെഡ് ടു അനദർ പോയിൻ്റ് ഓഫ് നെക്സ്റ്റ് കറസ്പോണ്ടിങ് ത്രെഡ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം പിച്ച് എന്നാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഫിക്സ്ചർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. ഫിക്സ്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹോൾഡിങ് ദ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ ഹൈറ്റ് ഗേജ് ഇൻ ദി മെട്രിക് സിസ്റ്റം ഈസ് ഡാഷ്. മെട്രിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 0.02 mm ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് വെൽഡിംഗ് മെഷീൻ ആർ യൂസ്ഡ് ഇൻ സൈറ്റ് വെൽഡിംഗ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് DC വെൽഡിംഗ് ജനറേറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇലക്ട്രോഡ് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. ഈ ഇലക്ട്രോഡ് ഹോൾഡർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് വെച്ചാൽ സ്ക്വയർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ലേത്ത് ഫ്രം ടൂൾസ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ടു ഡി ആണ് ദി സർഫസ് വിച്ച് ആർ നൈദർ സിലിണ്ടറിക്കൽ നോർ ടാപ്പേഡ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി കെമിക്കൽ ഫോർമുല ഓഫ് അസറ്റ്ലൈൻ ഈസ് ഡാഷ്. അത് അസറ്റ്ലിൻ്റെ കെമിക്കൽ ഫോർമുല എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് C2H2 ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ മേക്കിംഗ് പർപ്പസ് എ വെർനിയർ ഹൈറ്റ് ഗേജ് മസ്റ്റ് ബി യൂസ്ഡ് ഓൺ ദി ഡാഷ്. അതിന് ഉത്തരം സർഫസ് പ്ലേറ്റ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. അതായത് മേക്കിംഗ് അല്ല, ഇവിടെ മാർക്കിംഗ് ആണ് വരുന്നത് കേട്ടോ. ഫോർ മാർക്കിംഗ് പർപ്പസിനാണ് ഇത് സർഫസ് ഗേജിൻ്റെ യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പർപ്പസ് ഓഫ് ചേസിങ് ഡയ ഓൺ ലെയ്ത്ത് ഈസ് ടു അച്ചീവ് ഡാഷ്. അതിൻ്റെ ഉത്തരം പിക്കിംഗ് അപ്പ് ദി ത്രെഡ് അക്യുറേറ്റ്ലി അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് കട്ട്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് കോപ്പർ ഈസ് ഡാഷ്. കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 1083 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. അതിൻ്റെ ഉത്തരം കാസ്റ്റ് കോബാൾട്ട് അലോയ് ആണ് അതിനോട് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സോൾഡറിംഗ് അയൺ ബിറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. സോൾഡറിംഗ് ചെയ്തുകൊണ്ട് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈ സ്പീഡ് സ്റ്റീൽ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡാഷ്. അതിൻ്റെ ഉത്തരം ഹൈ പോസിറ്റീവ് റാക്ക് ആംഗിൾ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. സെറാമിക് ടൂൾസ് ആർ മെയ്ഡ് ഓഫ് ഡാഷ് ഇൻ എ മോൾഡ്. സെറാമിക് ടൂൾസ് ഏതിനുണ്ടാക്കുന്നത് അലുമിനിയം ഓക്സൈഡ് പൗഡർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ടോപ്പ് റാക്ക് ആംഗിൾ ഓഫ് എ കട്ടിംഗ് ടൂൾ കട്ടിംഗ് ഇൻ ബ്രോൺസ് ഡാഷ്. അതിൻ്റെ ഉത്തരം 8 ഡിഗ്രിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെഗ്മെൻറ്റൽ ചിപ്സ് ആർ ഫോംഡ് ഡ്യൂറിങ് മെഷീനിങ്. അതായത് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് സെഗ്മെൻറ്റൽ ചിപ്പ് ഉണ്ടാകുന്നത് ഏത് മെറ്റീരിയൽസിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് കാസ്റ്റ് അയൺ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ ഹാവ് വൈഡ് ആപ്ലിക്കേഷൻ ഓൺ ലെയ്ത്ത്. അതിൻ്റെ ഉത്തരം സിംഗിൾ പോയിൻറ്റ് ടൂളാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫ്ലെക്സ് കോമൺലി യൂസ്ഡ് ഇൻ ബ്രേസിംഗ് ഈസ് ഡാഷ്. അതായത് ബ്രേസിംഗ് യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ബൊറാക്സ് ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ.